ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാളുകളെക്കുറിച്ചുള്ള സത്യങ്ങൾ. ഫിലിപ്പ്യർ 1:11 ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് പൗലോസ് ഫിലിപ്പ്യർക്ക് കൊടുത്ത വാഗ്ദത്തം. നിർമ്മലൻ എന്നത് ദൈവത്തിന്റെ മുമ്പായും ഇടർച്ച എന്നത് മനുഷ്യർക്ക് മുമ്പായും ഉള്ളത്. ദൈവത്തിന്റെ മുമ്പിൽ നാം നിർമ്മലന്മാരായിരുന്നാലും മനുഷ്യരുടെ മുമ്പിൽ നാം മറ്റുള്ളവരെ ഇടർച്ചയിലാക്കാതെ ഒരു നല്ല ജീവിതം നാം നയിക്കണം. മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അവിടെ ഒരു ഇടർച്ച ഉണ്ടാവാൻ പാടില്ല. 1 കൊരിന്ത്യർ 8:13 ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല എന്ന് പറയുന്നു. ദാനിയേൽ 6:22 അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിക്കുന്നു. ഈ വചനത്തിൽ ദൈവത്തിന് മുമ്പായും മനുഷ്യർക്ക് മുമ്പായും എന്ന് ദാനിയേൽ പറയുന്നുണ്ട്. ഏതായാലും ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായിനെ അടച്ചു. പുരോഹിതന്റെ അര തുടങ്ങി തുടവരെ ചണനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കണമെന്ന് പുറപ്പാട് പുസ്തകം 28:42 കാണാം. ഇത് ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധി എന്ന് കാണിക്കുന്നു. ഈ കാൽച്ചട്ട മാത്രം ധരിച്ച് പുരോഹിതൻ നടമാടാൻ പറ്റില്ല. ലേവ്യ പുസ്തകം 6:10 കഴുത്തിൽ നിന്ന് പാദം വരയ്ക്കും പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചിരിക്കുന്നതായി കാണാം. ഇത് മനുഷ്യന്റെ മുമ്പിൽ ഇടർച്ചയില്ലാത്ത ജീവിതം. മത്തായി 13:41-42 ഇടർച്ചയുള്ളവർക്ക് വരും ന്യായവിധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവൻ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ നാൾ എന്നത് കർത്താവിനെ മുഖാമുഖമായി ദർശിക്കുന്ന ദിവസം. ഇത് നാം പ്രതീക്ഷിക്കുന്ന ആനന്ദഭാഗ്യം, യേശുവിനെ രഹസ്യമായി കാണുന്ന ദിവസം. നിർമ്മലത എന്നത് 2 കൊരിന്ത്യർ 7:1 പ്രകാരം നമ്മെ തന്നെ വെടുപ്പാക്കി ദൈവസഭയിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നതാണ്. ഇടർച്ചയില്ലാത്ത ജീവിതം എന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി ജീവിക്കുന്നതിനെ കാട്ടും. ഈ ക്രിസ്തുവിന്റെ ദിവസത്തിനായി നാം നമ്മളെ സമർപ്പിക്കാം. ബൈബിളിലെ ദിവസങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളെ നമുക്ക് നോക്കാം. ക്രിസ്തുവിന്റെ ദിവസത്തിന് മുമ്പായി 3 ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. 1 ശബ്ബത്ത് നാൾ, 2 ശബ്ബത്ത് നാളിന്റെ പിറ്റേനാളായ ഉയിർത്തെഴുന്നേറ്റ ദിവസം, 3 50-ാം നാളായ പെന്തക്കോസ്ത് നാൾ. ഇതിനുശേഷം ക്രിസ്തുവിന്റെ നാളായ 4-ാമത്തെ നാളിനെ കാണാം. ഈ ക്രിസ്തുവിൻ നാളിനു ശേഷം 3 ദിവസം നമുക്ക് കാണാൻ പറ്റും. 1 തെസ്സലോനിക്കർ 5:2 കർത്താവിന്റെ നാളെന്നും, 2 യേശു ഭൂമിയിന്മേൽ വന്ന് നിൽക്കും നാളെന്നും, 3 അവസാനം വെള്ളസിംഹാസന ന്യായവിധിയുടെ നാൾ എന്നും കാണാം. അതായത് 1-ാമത്തെ നാൾ ശബ്ബത്ത് നാൾ, 2 ശബ്ബത്ത് നാളിന് പിറ്റേ ദിവസമായ ഉയിർത്തെഴുന്നേറ്റ നാൾ, 3 പെന്തക്കോസ്ത് നാൾ, 4 ക്രിസ്തുവിന്റെ നാൾ, 5 കർത്താവിന്റെ നാൾ, 6 യേശു ഭൂമിയിൽ വന്ന് നിൽക്കും നാൾ, 7 വെള്ളസിംഹാസന ന്യായവിധിயின் നാൾ. ഈ 7 നാളുകളെയും ബൈബിളിൽ നമുക്ക് നോക്കാം. 1 ശബ്ബത്ത് നാൾ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 10-11 വചനങ്ങളിൽ ശബ്ബത്തിന്റെ പിറ്റേനാളായ ആഴ്ചയിലെ ആദ്യ ദിവസം വിളവിന്റെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന് അതിനെ നീരാജനം ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. ശബ്ബത്ത് നാൾ എന്നത് 7-ാം നാളിനെ കാണിക്കും. ശബ്ബത്ത് നാളിന്റെ പിറ്റേ ദിവസം എന്നത് ആഴ്ചവട്ടത്തിന്റെ ആദ്യ നാളിനെ കാണിക്കുന്നു. ശബ്ബത്ത് നാൾ എന്നത് ഇസ്രയേൽ ജനങ്ങൾക്ക് കൽപ്പനയായി കൊടുക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നാളാണ്. ഇതിനെ അനുസരിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് കൽപ്പനയായി കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 20:8-11 വചനങ്ങളിൽ നമുക്കിതിനെ കാണാം. ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിലിനകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ സുവിശേഷവേല ചെയ്ത നാളുകളിൽ ശബ്ബത്ത് നാളുകളിലാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നത്. യഹൂദന്മാർ അതിനെ എതിർക്കുന്നുമുണ്ട്.
18 വർഷം കൂനിയെ യേശു ശബ്ബത്ത് നാളിൽ ഗുണമാക്കുന്നു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം അതിന്റെ 11 മുതൽ 14 വരെ എഴുതപ്പെട്ടിട്ടുണ്ട്. പിറവിയിലെ കുരുടനായ മനുഷ്യനെ ഗുണമാക്കിയത് ശബ്ബത്ത് നാളിലായിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം അതിന്റെ 14 കാണാം. 38 വർഷം വ്യാധ്യസ്ഥനെ യേശു ശബ്ബത്ത് നാളിൽ ഗുണമാക്കി എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:16 എഴുതിയിട്ടുണ്ട്. കൈ വരണ്ട മനുഷ്യനെ യേശു ശബ്ബത്ത് നാളിൽ സ്വസ്ഥമാക്കുന്നു എന്ന് മത്തായി എഴുതിയ സുവിശേഷം 12 അധ്യായം അതിന്റെ 10 എഴുതിയിട്ടുണ്ട്. മഹോദരമുള്ളൊരു മനുഷ്യനെ യേശു ശബ്ബത്ത് നാളിൽ സൗഖ്യമാക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ ഉള്ള വചനങ്ങളിൽ നമുക്ക് കാണാം. ഇതെല്ലാം യേശു ശബ്ബത്ത് നാളിൽ ചെയ്തതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് വന്നവനല്ല എന്ന് യഹൂദന്മാർ അവനെ എതിർക്കുന്നു. ഇതിനെ യോഹന്നാൻ 9:16 കാണാം. ഇതിന് തിരിച്ചടി കൊടുത്ത പിറവി കുരുടൻ യോഹന്നാൻ 9:32-34 വചനങ്ങളിൽ കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറയുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് വന്നവൻ എന്നത് പിറവിക്കുരുടൻ തന്റെ വായിനാൽ പറയുന്ന സാക്ഷ്യം. ഇസ്രയേൽ ജനങ്ങൾ ശബ്ബത്ത് നാളിനെ വൈരാഗ്യമായി പ്രമാണിച്ചു വരുന്നു. അവരെ നോക്കി, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 3:11 എഴുതിയിട്ടുണ്ട്. എന്തായാലും ശബ്ബത്ത് നാളിനെ വൈരാഗ്യമായി പ്രമാണിക്കുന്നവരുടെ മേൽ ഒരു ന്യായവിധിയെ എഴുതുന്നു. ശബ്ബത്ത് നാളിന്റെ പിറ്റേ ദിവസമായ ആഴ്ചയുടെ 1-ാം നാളിൽ കൊയ്ത്തിന്റെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവന്ന് നീരാജനം ചെയ്തതുകൊണ്ട് ആഴ്ചയുടെ ആദ്യം നാളായ ഉയിർത്തെഴുന്നേറ്റ നാളിനെ നാം ആചരിച്ചു വരുന്നു. 2. ശബ്ബത്ത് നാളിന്റെ പിറ്റേ ദിവസം. ഇത് ആഴ്ചയുടെ ആദ്യ നാൾ, യേശു ഉയിർത്തെഴുന്നേറ്റ ദിവസം. ഇതാണ് ക്രിസ്തുമതത്തിന്റെ ജീവനാഡി. 1 കൊരിന്ത്യർ 15:17 ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷമാണ് ക്രിസ്തുമതം ആരംഭിക്കുന്നത്. മോശയുടെ മാർഗത്തിന് അവസാനം കുറിച്ച് ക്രിസ്തു തന്റെ മാർഗത്തെ സ്ഥാപിക്കുന്നു. അവർ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 40 ദിവസം മാത്രമാണ് ജീവനോടെ ഇരിക്കുന്നവനായി അവർക്ക് വെളിപ്പെട്ടത്. ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു. യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പല പ്രാവശ്യം അവരോട് പറഞ്ഞാലും അവർ അതിനെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവരെ ശകാരിക്കുന്നു. 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 22-23 വചനങ്ങളിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും, ഓരോരുത്തരും താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് എഴുതിയിരിക്കുന്നു. യേശുവാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റത്. ക്രിസ്തുവിനുള്ളവർ അവന്റെ മാംസത്തിനും അസ്ഥിക്കും അവകാശികൾ. അവരെ പോലെ ജീവനോടെ എഴുന്നേൽക്കും. കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 4:16-17 എഴുതപ്പെട്ടിട്ടുണ്ട്. 3. പെന്തക്കോസ്തു നാൾ. ലേവ്യ പുസ്തകം 23 അധ്യായം അതിന്റെ 15-16 വചനങ്ങളിൽ 7 ശബ്ബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2 പെന്തക്കോസ്ത് നാളിൽ, അതായത് 50-ാം നാളിൽ 120 പേർ കൂടിയിരുന്ന ഇടത്തിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ മേൽ ഇറങ്ങി. 18 നാടുകളിൽ നിന്ന് വന്നിരുന്ന 18 ഭാഷക്കാരായിരുന്ന യഹൂദന്മാർ ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ ദൈവത്തോട് സംസാരിക്കുന്നത് അവർ കേട്ട് അമ്പരന്നുപോയി. അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്തു പണ്ടികയ്ക്ക് വന്ന യഹൂദന്മാർക്ക് നല്ല മറുപടിയും വിശദീകരണത്തെയും കൊടുക്കുന്നതായി നമുക്ക് കാണാം. അപ്പോസ്തല പ്രവർത്തികൾ 2:23-24 വചനങ്ങളിൽ നസറായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുൻ അറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് പറയുന്നു. തുടർന്ന് പത്രോസിന്റെ ഉപദേശത്തെ കേട്ടവർ എല്ലാം മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ച് സ്നാനത്തിൽ ഇണഞ്ഞ് പരിശുദ്ധാത്മാവ് എന്ന ദാനവും ലഭിക്കുവാൻ ഇടയായി.
പെന്തക്കോസ്തു നാളു മുതൽ തുടർന്ന് ക്രിസ്തുവിന്റെ സഭയിൽ അനേകർ വന്ന് ഇണയുന്നു. അപ്പോസ്തല പ്രവൃത്തി 10 കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് പോയി പുറജാതിക്കാരരെ യഹൂദന്മാരോട് ഇണയ്ക്കുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ ശരീരമായ സഭ എന്നത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:18 പറയുന്നത്. അത് നിറവായിരിക്കുന്ന ശരീരമായ സഭയായി വളരണമെന്ന് എഫേസ്യർ 1:23 പറയുന്നു. 4. ക്രിസ്തുവിന്റെ നാൾ. ഈ പെന്തക്കോസ്ത് നാളിനു ശേഷം 4ാമതായി ക്രിസ്തുവിൻ നാൾ എന്ന് നാം പഠിച്ചല്ലോ. 5. കർത്താവിന്റെ നാൾ. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 5:2-4 വരെയുള്ള വചനങ്ങളിൽ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നില്ലയോ? അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർ തെറ്റി ഒഴിയാവുന്നതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല എന്ന് എഴുതിയിരിക്കുന്നു. ഇത് അന്ധകാരത്തിന്റെ നാളാണ്. കർത്താവിന്റെ നാൾ എന്നത് 7 വർഷ ഉപദ്രവകാലത്തിന്റെ മധ്യത്തിൽ ക്രിസ്തു 2 ഭാഗക്കാരെയും സന്ദർശിക്കുന്ന നാൾ. മത്തായി എഴുതിയ സുവിശേഷം 24 29, 30, 31 വചനത്തിൻ പ്രകാരം അവനെ കുത്തിയ ഇസ്രായേല്യർ അവരെ നോക്കി പുലമ്പി കരയും. ആദ്യ 3.5 വർഷത്തിൽ രക്തസാക്ഷിയായി മരിച്ചവരെ ജീവനോടെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ ദൂതന്മാർ അവരെ കൂട്ടിച്ചേർക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അന്തിക്രിസ്തുവിന്റെ വാഴ്ചയിൽ ആദ്യം 3.5 വർഷത്തിലെ ഇസ്രായേൽ ജനങ്ങൾ അന്തിക്രിസ്തുവിനോടുകൂടെ ഇണയുന്നു. ദാനിയേൽ 9 26-27 വചനങ്ങളിൽ ഒരാഴ്ച എന്ന 7 വർഷങ്ങളിൽ അന്തിക്രിസ്തുവിനോടുകൂടെ ഉടമ്പടി ചെയ്യുന്നതായി നമുക്ക് കാണാം. ആദ്യ 3.5 വർഷത്തിന് ശേഷം അവൻ ആ ഉടമ്പടിക്ക് ഉടയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവസാന 3.5 വർഷം എന്ന മഹാ ഉപദ്രവകാലം യാക്കോബിന് കഷ്ടകാലം എന്ന് യെരമ്യാവിന്റെ പുസ്തകം 30:7 എഴുതിയിരിക്കുന്നു. എന്തായാലും കർത്താവിന്റെ നാൾ എന്നത് 7 വർഷ ഉപദ്രവകാലത്തിന്റെ മധ്യത്തിൽ അവരെ കുത്തിയവർ അവരെ കാണുന്ന ഇടത്തിലും രക്തസാക്ഷികളെ ജീവനോടെ എഴുന്നേൽപ്പിക്കുന്ന ഇടത്തിലും ഈ നാൾ കാണപ്പെടുന്നു. 6. ഭൂമിയിന്മേൽ നിൽക്കും നാൾ. ഇയ്യോബിന്റെ പുസ്തകം 19 അതിന്റെ 25 എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവനെ കാണുമെന്ന് ഇയ്യോബ് പറയുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1 അതിന്റെ 11-12 വചനങ്ങളിൽ യേശു ഒലിവുമലയിൽ വന്ന് ഇറങ്ങുമെന്ന് എഴുതിയിട്ടുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് ദൂതന്മാർ പറഞ്ഞു. ഒലിവുമലയിൽ നിന്ന് അവൻ കയറി ഒലിവുമലയിൽ അവർ ഇറങ്ങുമെന്ന് പറഞ്ഞു വരുന്നു. വെളിപ്പാട് 19 അതിന്റെ 11 മുതൽ തുടർന്നുള്ള വചനത്തിൽ യേശു മണവാട്ടി സഭയോട് ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹർമഗദോൻ എന്ന സ്ഥലത്തിൽ അന്തിക്രിസ്തുവിനോട് യുദ്ധം ചെയ്യും. മൃഗമെന്ന അന്തിക്രിസ്തുവും 2 കൊമ്പുള്ള ആട്ടുകുട്ടിയും ജീവനോടെ പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകം 19:20 പറയുന്നു. വെളിപ്പാട് 20:1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ മഹാസർപ്പത്തെ അഗാധത്തിൽ അടച്ച് 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതായി കാണാം. 1000 ആണ്ട് സ്ഥാപിച്ചതിനു ശേഷമാണ് പഴയ നിയമ വിശുദ്ധന്മാർ ജീവനോടെ എഴുന്നേൽക്കുന്നത്. ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ച സ്ഥാപിക്കുന്നത് കൊണ്ട് ഭൂമിയിന്മേൽ നിൽക്കുമ്പോൾ അവരെ ഞാൻ കാണുമെന്ന് ഇയ്യോബ് പറയുന്നു. 6ാമത്തെ നാൾ അല്ലെങ്കിൽ ഭൂമിയുടെ മേൽ നിൽക്കുന്ന ദിവസം എന്നത് യേശു ഈ ഭൂമിയിൽ വന്ന് ലോകരാജ്യത്തെ തകർത്ത് തന്റെ രാജ്യത്തെ സ്ഥാപിക്കുന്നതായി കാണുന്നു. വെളിപ്പാട് 11:15 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യങ്ങൾ നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ഉള്ള രാജ്യങ്ങളായി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 7. വെള്ളസിംഹാസന ന്യായവിധി നാൾ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ളസിംഹാസന ന്യായ തീർപ്പിന്റെ നാൾ വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. വെളിപ്പാട് 20:11 ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നു. അവസാന നാളായ വെള്ളസിംഹാസന ന്യായവിധി നാളിൽ ക്രിസ്തു വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് ന്യായവിധി നടത്തും.
ആ ന്യായതീർപ്പിനെ ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:29 നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ഇവിടെ 2 ഭാഗക്കാരെയാണ് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അവർ ആരെന്നാൽ നീതിമാന്മാരും പാപികളും. മത്തായി എഴുതിയ സുവിശേഷം 25:31 മുതൽ 46 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് ഒരു ഉപമ പറയുന്നു. ഇതിൽ ചെമ്മരിയാട് എന്ന നീതിമാന്മാരെയും കോലാട് എന്ന പാപികളെയും നമുക്ക് കാണാം. ചെമ്മരിയാട് എന്നത് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, കോലാട് എന്നത് ശപിക്കപ്പെട്ടവർ. ഈ ചെമ്മരിയാട് എന്ന പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നോക്കി, എൻ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയുന്നു. ഈ കോലാട് എന്നത് ശപിക്കപ്പെട്ടവരെ നോക്കി, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാട് 20:15 എഴുതപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം നിത്യത സ്ഥാപിക്കുന്നു. വെളിപ്പാട് 21 പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം യോഹന്നാൻ കാണുന്നു. ഒന്നാമത്തെ ഭൂമിയും ഒന്നാമത്തെ ആകാശവും ഒഴിഞ്ഞുപോയി. പുതിയ ഭൂമി, പുതിയ ആകാശം എന്നത് മനസാക്ഷി കാലത്തിലുള്ളവരും ന്യായപ്രമാണത്തിലുള്ള വിശുദ്ധന്മാർക്കുമുള്ളത്. പുതിയ യെരൂശലേം സിയോൻ എന്നത് പുതിയ നിയമ വിശുദ്ധന്മാരായ സുവിശേഷ വേലക്കാർക്കും വിശ്വാസികൾക്കും ഉള്ളതാണ്. കർത്താവ് നിങ്ങളെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.